നിങ്ങൾ അധികം ബുദ്ധിമുട്ടാതെ പണിയെടുക്കാതെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ആളാണോ അല്ലെ ഫാറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ ചാർട്ട് നിങ്ങളൊന്ന് സേവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആവശ്യം വരും. സോ ഈ ചാർട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് TF, അതായത് തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡിനെ ബേസ് ചെയ്താണ്. TF എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു ഭക്ഷണം കഴിച്ചാലും നമ്മളുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് കാലറി ആവശ്യമാണ്, അല്ലെങ്കിൽ എനർജി ആവശ്യമാണ്. അതിനെയാണ് TF എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ, നമ്മളൊരു പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് എത്തിക്കാൻ 20 to 30% കാലറി ആവശ്യമാണ്. അതായത് നമ്മളൊരു 100 കാലറി ഉള്ളൊരു പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ 30 കാലറി ബേൺ ആകുന്നത് ആ പ്രോട്ടീൻ ഫുഡ് ഡൈജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ വെറും 5 to 10% മാത്രമേ കാണത്തുള്ളൂ TF. ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ 0 to 3% മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഫാറ്റിൻ്റെയൊക്കെ കുറയ്ക്കാൻ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നെഗറ്റീവ് കാലറിയാണ്. നെഗറ്റീവ് കാലറി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 100 കാലറി ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ആക്കണമെങ്കിൽ 110 കാലറി വേണം. അതാണ് നെഗറ്റീവ് കാലറി. സോ മിക്ക വെജിറ്റബിൾസും ഇതിൽ പെടുന്നതാണ്. ഉദാഹരണത്തിന് കുക്കുംബർ. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് വെജിറ്റബിൾസ് ഹൈ ആക്കുക, പ്രോട്ടീൻ ഹൈ വോളിയത്തിൽ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് മോഡറേറ്റ് കഴിക്കുക, ഫാറ്റ് ലോ ആക്കുക. നമ്മൾ മലയാളികളുടെ കേരളത്തിലെ നോർമൽ ഫുഡിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഫാറ്റ് ഹൈ ആണ്, കാർബോഹൈഡ്രേറ്റ്സ് ഹൈ ആണ്, പ്രോട്ടീനും വെജിറ്റബിൾസും കുറവാണ്. സോ ഇത് നേരെ റിവേഴ്സ് ആക്കുക. ഓക്കെ.